എൻ്റെ ഇടത് കയ്യിലിരിക്കുന്നത് ഐഫോൺ 15 Pro, എൻ്റെ വലത് കയ്യിലിരിക്കുന്നതെന്ന് പറയുന്നത് ഇൻഫിനിക്സ് ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന ഇൻഫിനിക്സ് നോട്ട് 40X എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. നോക്കിയാൽ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും കൂടി ഇത്തരത്തിൽ അടുത്തടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ ക്യാമറ മൊഡ്യൂളൊക്കെ കണ്ടില്ല, ഏകദേശം ഐഡന്റിക്കൽ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഐഫോൺ എന്ന് പറയുന്നത് പലർക്കും ഈ പറഞ്ഞ പോലെ വാങ്ങാൻ ആഗ്രഹമുള്ള ഒരു ഫോണാണ്, പക്ഷേ ഇതിന്റെ പ്രൈസ് എല്ലാവർക്കും ഒന്നും താങ്ങാൻ പറ്റുന്നതല്ല. അപ്പോൾ ഐഫോണിന്റെ ഡിസൈനിൽ ഇൻഫിനിക്സ് പുറത്തിറക്കുന്ന മറ്റൊരു സ്മാർട്ട് ഫോൺ ആണ് ഇൻഫിനിക്സ് നോട്ട് 40X എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ. ഇതിന്റെ ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ ബാക്ക് കണ്ടില്ല, ഒരു ഗ്രേഡിംഗ് ലുക്കാണ്. അപ്പോൾ ഗ്രേഡിംഗ് ലുക്കിൽ വരുന്ന ഒരു ഐഫോൺ എന്ന നിലയിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോണിനെ വിശേഷിപ്പിക്കാം. ഒരു 14,000 രൂപ അല്ലെങ്കിൽ ഒരു 15,000 രൂപയിൽ താഴെ വിലയ്ക്ക് നമുക്ക് 256 GB ഇന്റർണൽ സ്റ്റോറേജ് വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഇൻഫിനിക്സ് തന്നെ ഉയർത്തി കാണിക്കുന്ന ഒരു ഹൈലൈറ്റ്. മാത്രമല്ല NFC സപ്പോർട്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇൻഫിനിക്സ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ രണ്ട് കീ ഫീച്ചേഴ്സ് ആയിട്ട് ഇൻഫിനിക്സ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു ഫോൺ Dimensity 6300 എന്ന 5G ചിപ്സെറ്റുമായിട്ടാണ് വരുന്നത്. അതുപോലെ ഇതിനകത്ത് NFC സപ്പോർട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വലിയ ഹൈലൈറ്റ് ആയിട്ട് ഇൻഫിനിക്സ് കാണിക്കുന്നുണ്ട്. 256 GB ആണ് ഇന്റർണൽ സ്റ്റോറേജ്, 24 GB റാം ബൂസ്റ്റ് ഉൾപ്പെടെ റാം ആയിട്ട് ഈ ഒരു ഫോണിനകത്ത് വരുന്നുണ്ടെന്നും പറയുന്നുണ്ട്. എനിവേ നമുക്ക് അൺബോക്സ് ചെയ്ത് ഫോണിന്റെ വിശേഷങ്ങൾ നോക്കാം. ഇതായിരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. അതിലേക്ക് വരാം. വേറെ ഇതിനകത്തുള്ളത് സൈസ് കുറഞ്ഞ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ചാർജറാണ്. അതുപോലെ യൂസർ മാനുവൽ, വാറന്റി കാർഡ് ഇൻഫർമേഷൻ, ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഒരു A to C ചാർജിംഗ് കേബിൾ, സിം ഇജക്ടർ പിൻ, ഒരു മനോഹരമായിട്ടുള്ള ബാക്ക് കേസ്, ഒരു ഇതുള്ള എല്ലാ സംവിധാനങ്ങളും, ഒരു ഫോണിന് വേണ്ടുന്ന ഒരു ഇതുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ബോക്സിൽ തന്നെ അവർ നൽകിയിട്ടുണ്ട്. ഇതായിരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. സ്മാർട്ട് ഫോൺ പുറത്തേക്ക് എടുക്കാം. യെസ്, ഇതാണ് ഇൻഫിനിക്സ് നോട്ട് 40X 5G എന്ന സ്മാർട്ട് ഫോൺ. ഫോണിന്റെ ഒരു ഡിസൈൻ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒറ്റ നോട്ടത്തിൽ കാണുന്ന ഒരാൾ ഇതൊരു ഐഫോൺ ആണോ എന്ന് തോന്നുന്ന തരത്തിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇൻഫിനിക്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ബാക്ക് പ്ലാസ്റ്റിക് ആണ്, ഈ സൈഡ് ഫ്രെയിം എന്ന് പറയുന്നതും പ്ലാസ്റ്റിക് തന്നെയാണ്. അതിനൊരു ഗ്ലോസി ഫീലാണ് ഇൻഫിനിക്സ് ഇത്തരത്തിൽ നൽകിയിരിക്കുന്നതെന്ന് കാണുന്നുണ്ട്. താഴെയായിട്ട് 3.5mm ഓഡിയോ ജാക്ക് ഇൻഫിനിക്സ് നൽകിയിട്ടുണ്ട്. ഒരു ബോക്സി ഡിസൈൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ഇൻഫിനിക്സ് നൽകിയിരിക്കുന്നത്. കയ്യിൽ പിടിക്കുമ്പോൾ ഇതിന്റെ ഒരു ഇൻഹാൻഡ് ഫീൽ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതിനകത്തൊന്നും യാതൊരു പ്രശ്നവും നമുക്ക് പറയാനില്ല. ഇതിന്റെ സിം കാർഡിനെ പറ്റി പറഞ്ഞാൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ്. ഒരേ സമയം നമുക്ക് 2 നാനോ സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതും പ്രത്യേകതയാണ്. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 2024 കുറെ ഫോണുകൾ നമുക്ക് അൺബോക്സ് ചെയ്യാൻ വന്നെങ്കിലും അതിൽ കൂടുതലും ഒരു 90% കൂടുതലും LED ഡിസ്പ്ലേയുമായിട്ട് വന്ന ഒരു കാലമായിരുന്നു ഇപ്പോൾ. എന്നാൽ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് LCD ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. നോക്കി, ഇതിന് ചുറ്റുമുള്ള ഒരു ബെസലൊക്കെ സാധാരണ സ്മാർട്ട് ഫോണുകളുടെ ആവറേജ് ബെസൽ സൈസിനേക്കാളും കൂടുതലാണ്. എസ്പെഷ്യലി ഈ ചിഹ്നം അറിയപ്പെടുന്ന ഭാഗമൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഒരു എന്താ പറയുന്നത് ബെസൽ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും അതിന്റെ ഒരു ക്വാളിറ്റി കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. LED ഡിസ്പ്ലേയുടെ അടുത്ത് എന്തായാലും LCD ഡിസ്പ്ലേ വരില്ല. നമ്മൾ ഈ ഒരു സൈഡിലൂടെ ഒക്കെ നോക്കുമ്പോൾ അത്രയും ഒരു ബെറ്റർ ഡിസ്പ്ലേ ഒന്നും അല്ല. എനിക്ക് അങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു 2024 പുറത്തിറങ്ങിയ മിക്ക സ്മാർട്ട് ഫോണുകളും LED ഡിസ്പ്ലേ ഉള്ളത് പരിചയപ്പെട്ടത് കൊണ്ടാവാം ഒരുപക്ഷെ ഇതിന്റെ LCD ഡിസ്പ്ലേ കാണുമ്പോൾ അത്ര ഒരു ഫീൽ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ ഒരു ഫോൺ മാത്രം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്ക് അതിന്റെ ഒരു ഡിസ്പ്ലേ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകുമെന്നും എനിക്ക് തോന്നുന്നില്ല. LCD ഡിസ്പ്ലേ ആണെങ്കിലും 120 Hz റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇൻഫിനിക്സ് നൽകിയിട്ടുണ്ട്. അതുപോലെ പാണ്ട ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ഇൻഫിനിക്സ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പോറലുകളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് വരില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് 500 നിറ്റ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഔട്ട്ഡോർ വിസിബിലിറ്റി ഒന്നും വലിയ വിഷയങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇൻഫിനിക്സ് നൽകിയിരിക്കുന്നത്. ക്യാമറയെ പറ്റി പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ബാക്കിൽ മൊത്തത്തിൽ 3 ക്യാമറകളൊക്കെ കാണുമെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് പ്രൈമറി ക്യാമറയായിട്ട് 108 MP ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ബാക്കി 2 ക്യാമറകളും പേരിന് വേണ്ടിയിട്ടുള്ള ഒരു മാക്രോ സെൻസറും ഒരു ഡെപ്ത് സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ 108 MP ആ ഒരു പ്രൈമറി ക്യാമറ മാത്രം നമ്മൾ കണക്കി കൂട്ടിയാൽ മതി. മറ്റത് വെറുതെ ഡമ്മിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് പോലെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി 8 MP ഒരു സെൽഫി സെൻസറാണ് ഇത്തരത്തിൽ ഇൻ ഡിസ്പ്ലേയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ഫോട്ടോകളും വീഡിയോകളൊക്കെ നമ്മൾ എടുത്തു നോക്കി. ഇതിന്റെ പ്രൈസ് പോയിന്റിൽ ഓക്കെ എന്നേ പറയാൻ പറ്റും. ഒരു ഭയങ്കര വാവ് എന്നൊന്നും പറയാനില്ല. ഒരു നോർമൽ ലൈക്ക് ഫോട്ടോസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് 2K റെസൊല്യൂഷനുള്ള വീഡിയോകളാണ് മാക്സിമം ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. 4K സപ്പോർട്ടില്ല, 2K റെസൊല്യൂഷൻ ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരിക്കുന്നത്. പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് MediaTekന്റെ Dimensity 6300 എന്ന 6nm പ്രോസറാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഒരു AnTuTu സ്കോർ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 4 ലക്ഷത്തിലധികമുള്ള ഒരു AnTuTu സ്കോർ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഭയങ്കര ഗെയിമിംഗ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ല. ഈ ഒരു പ്രൈസ് പോയിന്റിൽ നമുക്കൊരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിന് വലിയ വിഷയങ്ങളൊന്നും ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നുള്ളൂ. നോക്കി, വലിയ ലാഗോ ഇഷ്യൂസോ അങ്ങനെയൊന്നും അധികം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോൺ ആ ഒരു കൺസിഡറേഷനിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കും. അല്ലാതെ ഒരു ഭയങ്കര ഹെവി ഗെയിമിംഗ് ഒന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ പ്രതീക്ഷിക്കേണ്ട. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് BGMI ഗ്രാഫിക്സ് സ്മൂത്തിൽ ഫ്രെയിം റേറ്റ് അൾട്രയിൽ ഗെയിം പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു സെറ്റിംഗിൽ കുഴപ്പമില്ല
കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കാൻ പറ്റും. TDM, ഗൺ ഗെയിം അങ്ങനെയുള്ള BGMIയുടെ പോർഷൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. ഫോണിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ലോ വേരിയന്റ് വാങ്ങിയാൽ പോലും 8GB റാമും 256GB ഇന്റർണൽ സ്റ്റോറേജും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഹയർ വേരിയന്റ് എന്ന് പറയുന്നത് 12GB റാമും അതുപോലെ 256GB ഇന്റർണൽ സ്റ്റോറേജുമാണ്. ബാറ്ററിയെ കുറിച്ച് പറഞ്ഞാൽ ഡീസന്റ് ആണ്. 5000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. 18 വാട്ടൊക്കെ ഇപ്പം ഒരു ഫാസ്റ്റ് ചാർജിംഗ് എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് എത്തി. കാര്യം ഇപ്പം മിനിമം ഒരു 33 വാട്ടൊക്കെയാണ് പല ഫോണുകളിലും നമ്മൾ സാധാരണ കാണുന്നത്. എന്നാൽ ഇതിൽ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 5000 mAh ഫുൾ ചാർജ് ആകാൻ കുറച്ച് ടൈം എടുക്കും. ഒരു നല്ല കാര്യം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട്, ഇതിനകത്ത് സ്റ്റീരിയോ സ്പീക്കറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രൈസ് പോയിന്റിൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുക്കാൻ ഇൻഫിനിക്സ് കാണിച്ച മനസ്സിനെ നമ്മൾ അഭിനന്ദിക്കണം. കാരണം സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ എല്ലാ ഫോണുകളിലൊന്നും അങ്ങനെ സ്റ്റീരിയോ സ്പീക്കർ കാണാറില്ല. പക്ഷേ എന്തായാലും സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല DTS ഓഡിയോ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇൻഫിനിക്സ് നൽകിയിട്ടുണ്ട്. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഡൈനാമിക് പോർട്ടാണ്. നമ്മൾ ഐഫോണിലൊക്കെ കണ്ടതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ അതുപോലെ കോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ ഈ ഒരു ഭാഗം ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്ന ഈ ഐഫോണിലെ സംവിധാനം ഇവിടെ ഡൈനാമിക് പോർട്ട് എന്ന പേരിൽ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഫിംഗർ പ്രിന്റ് സംവിധാനം വന്നിട്ട് സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ 5.2 നൽകിയിരിക്കുന്ന ഈ ഒരു ഫോണിനകത്ത് NFC സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു 50,000 രൂപ വിലയുള്ള ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ റിവ്യൂ ചെയ്തിരുന്നു. തൊട്ട് ബാക്കിലെ വീഡിയോ നിങ്ങൾ തന്നെ നോക്കി ഏതാണ് ആ ഫോൺ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് പോലും NFC സപ്പോർട്ട് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അവിടെയാണ് ഇൻഫിനിക്സ് വ്യത്യസ്തമാകുന്നത്. ഈ പ്രൈസ് പോയിന്റിലും NFC സപ്പോർട്ട് എന്തായാലും ഇൻഫിനിക്സ് നൽകിയിട്ടുണ്ട്. സാധാരണ സോഫ്റ്റ്വെയർ സൈഡിലാണ് നമ്മൾ ഇൻഫിനിക്സിനെ പലപ്പോഴും ഒരുപാട് മുൻകാല ഫോണുകളിൽ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഒരുപാട് ബ്ലോട്ട് വേസുകളൊക്കെ ആയിട്ടാണ് ഇൻഫിനിക്സ് ഫോണുകൾ പുറത്തിറക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുപാട് മാറി. അധികം ബ്ലോട്ട് വേസുകളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇപ്പോൾ അങ്ങനെ അധികം കാണാനൊന്നുമില്ല. ഇല്ലെന്ന് പറയുന്നില്ല. സ്നാപ്ചാറ്റ് അങ്ങനെ വളരെ ചെറിയ പ്രീമിയം ആപ്ലിക്കേഷൻസ് മാത്രം, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രമേ ഇപ്പോൾ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുള്ളൂ. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് Android 14 അതുപോലെ ഇൻഫിനിക്സിന്റെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള XOS 14 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന് മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ലഭിക്കില്ല എന്നുള്ളതാണ്. അതായത് Android 14 ഈ ഒരു ഫോൺ എന്ന് നിങ്ങൾ ഉപയോഗിച്ചാൽ Android 14 കാണും. പക്ഷേ 2 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ഇൻഫിനിക്സ് നൽകുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ Android 15 ഒരു അപ്ഗ്രേഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കില്ല. അടുത്തായിട്ട് ഇതിന്റെ ഒരു പ്രൈസ് ആണ്. ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8GB 256 ആണെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ വില എന്ന് പറയുന്നത് 13,499 രൂപയാണ് ബാങ്ക് ഓഫറിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഓക്കെ എന്നേ നമുക്ക് പറയാനുള്ളൂ. ഒരു വലിയ സംഭവമൊന്നുമല്ല. കാണാൻ ഭയങ്കര ലുക്കുണ്ട്. ഈ പറഞ്ഞ ഐഫോണിൻ്റെ കണക്കുള്ള ഒരു ലുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ NFC സപ്പോർട്ടും ഈ പറഞ്ഞ ഒരു ഹൈ സ്റ്റോറേജ് ഓപ്ഷനായിട്ട് 256GB കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ മാറ്റി നിർത്തിയാൽ ഒരു വലിയ സംഭവമല്ല ഇൻഫിനിക്സ് നോട്ട് 40X. ആ പ്രൈസ് പോയിന്റിൽ കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റൂ.